അപ്പോൾ അല്ല ഗൈസ്, ഇന്ന് ബസ് സമരമായതുകൊണ്ട് തന്നെ നമുക്ക് കോളേജ് ഉണ്ടായിട്ടില്ല. കോളേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കിടന്നുറങ്ങാന്നെല്ലാം വിചാരിച്ചേ, പക്ഷെ നമുക്ക് പറ്റൂലല്ലോ. രാവിലെ എണീച്ചപ്പാടെ തന്നെ ഉമ്മാറിന് 2 ഇല വരച്ചിട്ടാ ഇന്ന് പൊതിച്ചോറാക്കി തരാമെന്നാണ്. പൊതിച്ചോറാണെങ്കിൽ പൊതിച്ചോറ്. അങ്ങനെ ബൾപ്പിൽ പോയി 2 ഇലയും പറിച്ച് ഉമ്മാക്ക് നേരെ കൊടുത്ത്. പിന്നെ ഈ വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ടാവും. ഇനിയിപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ അതും കൂടി ചെയ്തോട്ടാ, എൻ്റെ ബയോയിലുണ്ടാവും ലിങ്ക്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗത്തെ മെയിൻ പരിപാടി തുടങ്ങി. ചോറ് വിളമ്പൽ, അല്ല പൊതിച്ചോറ് വിളമ്പൽ. എന്താ അറിയില്ല, ഇലയെ പൊതിനിട്ട് കഴിക്കുന്നതിൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ സദ്യ ആയാലും ബിരിയാണി ആയാലും. പിന്നെ പറയാണ്ടിരിക്കാൻ കഴിയില്ല, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എൻ്റെ ഉമ്മാൻ്റെ ഫുഡിനെ ആർക്കും കേടുത്താൻ കഴിയില്ല കേട്ടോ. അങ്ങനെ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടി ചോറിട്ട്, പിന്നെ കൂട്ടുകറിയിട്ട്, വറവിട്ട്, സൈഡായിട്ട് 2-3 കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ചമ്മന്തി, ഓംലേറ്റും വെച്ച്, അത്ര തന്നെ. അപ്പം പറഞ്ഞ പോലെ തന്നെ ബാക്കി യൂട്യൂബിൽ. അങ്ങനെ പിന്നെ സൈഡും മെയിനും കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം അടുത്ത മെയിൻ പരിപാടിയാണ് പൊതിയൽ. അങ്ങനെ പൊതിയൽ എക്സ്പെർട്ടായിട്ടില്ല ഉമ്മ പൊതിന് നമ്മളെ തന്നിട്ട് പറഞ്ഞ് ഉപ്പൂൻ്റെ അടുത്തെല്ലാം കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഉപ്പൂൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഉപ്പാൻ്റെ പെരക്ക്, നമ്മൾ ഉപ്പൂൻ്റെ അടുത്തെന്നാണ് പറയൽ. അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തി. അപ്പം നോക്കിയാൽ ഉപ്പൂനെ പറ്റി 2-3 പൂച്ച ഉണ്ടാവും, അതിലൊന്നാണിത്. അങ്ങനെ കുറച്ച് സമയം അതിനെയും കളിപ്പിച്ചിട്ട് നേരെ ഉപ്പൂനെ കാണാൻ വേണ്ടി പോയി. ഉപ്പു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉപ്പാൻ്റെ ഉമ്മ. അങ്ങനെ കുറച്ച് സമയം ആടെ നിന്ന് പിന്നെ അപ്പുറം പെറ്റുവിൻ്റെ വീടുണ്ടായിന്, ആടെയും കയറി. അടുത്ത വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോകുന്നവർക്ക് പിന്നെ ആ പൂച്ചനെ കണ്ട് നമ്മളെ പേടിച്ചിട്ട് ഓടുന്നുണ്ടോ. അങ്ങനെ ചോറ് വയ്ക്കേണ്ട സമയമാകൊണ്ട് തന്നെ നമ്മൾ നേരെ സ്കൂട്ടർ എടുത്ത് വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് കാര്യമായിട്ടുള്ള വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ചോറെല്ലാം വയ്ക്കണ്ടേ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോയി ചോറ് കഴിക്കാനായിരുന്നു. പൊതിയെല്ലാം പൊളിച്ച് മമ്മൂട്ടിൻ്റെ ഒരു സിനിമ അവൻ കണ്ടുകൊണ്ട് പൊതിച്ചോറും തോന്നും. അങ്ങനെ പിന്നെ പൊതിന് ചോറ് വയറ്റിലാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് വിശ്രമിച്ച്. ഒരു ഉച്ചമയക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട് ചങ്ങായി വിളിക്കുന്നു, വെറുതെ ഇരിക്കല്ലേ എന്ന്, നമുക്കൊന്ന് കറങ്ങിയിട്ടെല്ലാം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ സ്പോട്ട് പ്ലാനിങ്ങിൽ ഉണ്ടായിന്. കാപ്പി മല പോവുക, പൈതൽ മല പോവുക, അങ്ങനെ ഇടയിലോ എന്ന് പറഞ്ഞ്. പിന്നെ ഒരു ചായം കുടിച്ച് നമ്മൾ നേരെ പയ്യാമ്പലം പോകാമെന്ന് വെച്ച്. പിന്നെ ചായ സ്പോട്ട് പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയണ്ട, ഇതാണ് നമ്മൾ വളവട്ടണം മന്നക്കുള്ള മെയിൻ ചായ സ്പോട്ട്. ചെക്കൻ പറഞ്ഞ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചായ തരുന്ന പോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് എടുത്തു കൊടുത്ത് കണ്ട, വളരെ അൺഎക്സ്പെക്റ്റഡ് അല്ല. അങ്ങനെ നമ്മൾ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തേ. പെട്രോളിൻ്റെ വില കൂടുന്നതും പിന്നെ മുട്ടൻ്റെ വില കൂടുന്നതിലും പറ്റിയിട്ട് നമ്മൾ കുറേ ചർച്ച ചെയ്ത്. അങ്ങനെ നമ്മൾ ചായ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ പയ്യാമ്പലം പോകാൻ നേരിച്ച്. അങ്ങനെ വണ്ടി എടുത്ത് നേരെ വിട്ട് പയ്യാമ്പലത്തേക്ക്. ആദ്യമായിട്ടാണ് ലോങ് വീഡിയോയിൽ ഇത്രയും സംസാരിച്ചുകൊണ്ട് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേന്ന് വരെ അറിയില്ല. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് വ്ളോഗ് എടുക്കാനും. ഈ മൈക്കെല്ലാം വെച്ചിട്ട് ആ സംഭവമില്ലേ, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇല്ലേ, അതുപോലെ തന്നെ പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനെ കണ്ടേട്ടാ, ഇപ്പം കാണിച്ചു തരാം. ദൈവൻ ഇബ്രാസ്. അപ്പോൾ ഇടയ്ക്ക് വിഷയം മാറിപ്പോയി. അപ്പോൾ നമ്മളെ ടോപ്പിക്ക് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ എൻ്റെ പേര് ദാനിഷ്. അപ്പോൾ ഞാൻ വരുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ. കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വയലിന് വയൽ, മലക്ക് മല, പിന്നെ കടലിന് കടൽ, എല്ലാം ഉണ്ടാവും ഇവിടെ. ഫുഡിന് ഫുഡ്. ഇനിയിപ്പോൾ ഈ നാട്ടിൽ ജനിച്ചോണ്ടെന്നറിയില്ല, എല്ലിനൊരു കോൺഫിഡൻസ് കൂടുതലാണ്. പക്ഷെ കോൺഫിഡൻസ് മാത്രമേ കൂടുതലായിട്ടുള്ളൂ, ലക്ക് കുറച്ച് കുറവാണ് കേട്ടോ. പക്ഷെ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ ഈ ലൈഫിൽ ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരുമായിട്ട് കമ്പനിയാവും, അതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പോൾ വ്ളോഗും കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുണ്ട്. കുറച്ചല്ല, കുറച്ച് കൂടുതൽ. പണ്ട് ഏറ്റവും വലിയ ഇൻട്രോവേർട്ടേനു ഞാൻ. അങ്ങനെ എല്ലാവരുമായിട്ട് കമ്പനി അടിക്കലൊന്നുമില്ല, നമുക്കറിയുന്ന കുറച്ചാളായിട്ട് സംസാരിക്കും, അത്രയാണ്. ഏകദേശം ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്, ആ ഒരു കൊറോണ വന്ന സമയത്താണ് ഈ ഒരു ഇൻട്രോവേർട്ടിൽ നിന്ന് എക്സ്ട്രോവേർട്ടിലേക്ക് വരാൻ ഉണ്ടായ ഒരു കാരണം സംഭവിച്ചത്. ഒരു ഇഞ്ചുറി സംഭവിച്ചു അന്നേരം പിന്നെ ഒരു കൊല്ലെല്ലാം എടുത്തിനായി ഫുള്ളായിട്ട് റീക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ആ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിന് മുമ്പുള്ള കാലം ഇൻട്രോവേർട്ട് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ കളിയാക്കും, മുണ്ടാത്തതിനല്ലേ ഇങ്ങനെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പോയിന്റിന് ശേഷം നടന്നത് ഫുൾ എക്സ്ട്രോവേർട്ടേനും. ആരോട് സംസാരിക്കാനും പിന്നെ ഒരു മടി പോലും ഉണ്ടായിട്ടില്ല കേട്ടോ.
ഇപ്പം ചില ആൾക്കാരെല്ലാം ഉണ്ട് ഈ എക്സ്ട്രോവേർട്ട് ആയിട്ട് കൊറോണ സമയം ഇൻട്രോവേർട്ടിലേക്ക് വന്നാൽ. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ച് നേരെ ഉൾട്ടയാണ്. ഇൻട്രോവേർട്ട് ഉണ്ടായിട്ട് എക്സ്ട്രോവേർട്ടിലേക്ക്. പിന്നെ ഞാൻ ഭയങ്കര ഉപകാരമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും എത്തും, ഓടി എത്തും. അതാണ് എൻ്റെ പ്രത്യേകത. ഞാൻ മറ്റേ സ്വയം പൊക്കി പറയുന്നൊന്നുമല്ല കേട്ടാ, നാസ്പി ഒന്നുമല്ല. അപ്പോൾ എന്ത് ഉപകാരം വന്നാലും എല്ലാവരും എന്നെ വിളിക്കലുണ്ട്, ഞാൻ പോക്കുണ്ട്, അത്ര തന്നെ. സത്യം പറഞ്ഞാൽ നല്ല ലാഗ് അടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്നാലും ഓക്കെ, ബൈ.